നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. കൊരട്ടിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഗൃഹനാഥൻ മരിച്ചു. പെരുമ്പിലാവ് പാതാക്കര കിഴക്കേപ്പാട്ട് വീട്ടിൽ 62 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2.5 വയസ്സുകാരൻ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുവാരക്കുണ്ട് കമ്പിപ്പാലത്തിങ്കൽ പുളിക്കാത്തൊടിയിൽ മുജീബ് മുസ്ലിയാരുടെ മകൻ 2.5 വയസ്സുള്ള നഫ്ലാനാണ് മരിച്ചത്. നഫ്ലാന്റെ മാതാപിതാക്കളായ മുജീബ് മുസ്ലിയാർ, ഭാര്യ സഫിയ എന്നിവർക്ക് ഗുരുതര പരിക്കേറ്റു. കരുവാരക്കുണ്ട് സർവീസ് സഹകരണ ബാങ്കിന് സമീപത്താണ് അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ എതിർദിശയിൽ നിന്ന് വന്നിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ പരിക്കേറ്റവരെ കരുവാരക്കുണ്ട് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നഫ്ലാൻ മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മുജീബ് മുസ്ലിയാരെയും ഭാര്യ സഫിയയെയും വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊഴിയൂരിൽ 40 ഗ്രാം MDMA-യുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. പൊട്ടത്തയിൽ വീട്ടിൽ 30 വയസ്സുള്ള മുബഷീറാണ് അറസ്റ്റിലായത്. 40 ഗ്രാം MDMA ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സി ജെറിൻഡോ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ ബാഷ്പജൻ, TR സുനിൽ, അബ്ദുൾ റഫീഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഗ്രാമോളം MDMA 28-ാം തീയതി, അതായത് ഇന്നലെ നമ്മൾ ചാവക്കാട് റേഞ്ച് ഓഫീസ് കണ്ടെടുത്തിട്ടുള്ളതാണ്. അതിൽ പ്രതിയുടെ പേര് ചാവക്കാട് താലൂക്ക് പൂക്കോട് വില്ലേജ് തൊഴിയൂർ ദേശത്ത് പൊട്ടത്തയിൽ വീട്ടിൽ മൊയ്തുട്ടി മകൻ മുബാഷിർ എന്നാണ്. ടിയാൻ കന്നുകാലികളെ പല ജില്ലകളിൽ നിന്നായിട്ട് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറവിലാണ് MDMA പോലുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടിരുന്നതും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായിട്ട് MDMA-യുടെ ഉപയോഗം കൂടി വരുന്നതായിട്ട് ചാവക്കാട് റേഞ്ച് ഓഫീസിന് പരാതി ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ടിയാനെ നമ്മൾ പിടിച്ചിട്ടുള്ളത്. 40 ഗ്രാമോളം MDMA ആണ് ടിയാനിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. 40 ഗ്രാം MDMA കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ 20 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗൗരവകരമായിട്ടുള്ള ഒരു കുറ്റമാണിത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം ഡിജിറ്റൽ സർവേ സംവിധാനം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ സന്ദർശനം നടത്തി. കേരളത്തിലെ ഡിജിറ്റൽ സർവേ സംവിധാനത്തെ അഭിനന്ദിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ മടങ്ങിയത്. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഭൂമി ദേശീയ കോൺക്ലേവിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ജില്ലയിലെ ഡിജിറ്റൽ സർവേ നടക്കുന്ന എടക്കഴിയൂർ വില്ലേജ് സന്ദർശിച്ചു. 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ച ഡിജിറ്റൽ സർവേ സംവിധാനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തി. ഇതിനു മുന്നോടിയായി തൃശൂർ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനുമായി ഉദ്യോഗസ്ഥ സംഘം കൂടിക്കാഴ്ച നടത്തി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഡിജിറ്റൽ സർവേ പ്രക്രിയയെക്കുറിച്ച് സർവേ വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥ സംഘത്തിന് ഉപഹാരം നൽകി. കേരളത്തിലെ ഡിജിറ്റൽ സർവേ സംവിധാനം വളരെ കാര്യക്ഷമവും നൂതനവുമാണെന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ വിലയിരുത്തി. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിൽ നിന്നുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ചന്ദ്രശേഖർ, ജാർഖണ്ഡ് അണ്ടർ സെക്രട്ടറി ശങ്കർ കുമാർ, അരുണാചൽ പ്രദേശ് ഡയറക്ടർ പാഗലി സോറ, അരുണാചൽ പ്രദേശിലെ ജില്ലാ ലാൻഡ് റവന്യൂ ആൻഡ് സെറ്റിൽമെന്റ് ഓഫീസർ പൂട്ടോം ടാക്കു, തെലങ്കാന സെക്രട്ടറിയും CMRO പ്രോജക്ട് ഡയറക്ടറുമായ മാണ്ട മകരണ്ടു എന്നിവരടങ്ങിയ ഉദ്യോഗസ്ഥ സംഘമാണ് വിലയിരുത്തുന്നതിന്റെ ഭാഗമായി പുന്നയൂരിൽ എത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വാർഡ് മെമ്പർമാർ എന്നിവർ ചേർന്ന് സംഘത്തിന് സ്വീകരണം നൽകി. സബ് കളക്ടർ അഖിൽ വി മേനോൻ, സർവേ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ KK സുനിൽ, ഡെപ്യൂട്ടി ഡയറക്ടർ S അൻസാദ്, അസിസ്റ്റന്റ് ഡയറക്ടർ മോനിക്കുട്ടൻ തുടങ്ങിയവർ സംഘത്തെ അനുഗമിച്ചിരുന്നു. പുന്നയൂർക്കുളം തൃപ്പറ്റ് ശിവക്ഷേത്രത്തിലെ 200 വർഷത്തിലേറെ പഴക്കമുള്ള ആൽമരം കടപുഴകി വീണു. ഞായറാഴ്ച രാവിലെ 6:30 ആൽമരം കടപുഴകിയത്. 2 വർഷം മുമ്പ് വലിയ കൊമ്പ് ഒഴിഞ്ഞു വീണിരുന്നു. 1996-ലാണ് ആൽത്തറ കെട്ടി ഇന്ന് കാണുന്ന രീതിയിൽ സംരക്ഷിച്ചിരുന്നത്. ആൽമരത്തിൽ വലിയ പനമരവും മറ്റു വള്ളിച്ചെടികളും ഉള്ളതിനാൽ ഇടതൂർന്നു നിൽക്കുന്ന കൊമ്പുകൾക്കിടയിൽ പറവകളുടെ സ്ഥിര താമസ കേന്ദ്രവും കൂടിയാണ് ഈ ആൽമരം. ക്ഷേത്രത്തിന് സമീപത്തെ ഓഫീസ് മുറിയോട് ചേർന്നാണ് മരം വീണത്. സംഭവ സമയം ഭക്തരാരും പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ഒന്നിനും കേടുപാടുകളും സംഭവിച്ചിട്ടില്ല.
യാത്രാ ദുരിതം പേറി വിദ്യാർത്ഥികളും പ്രദേശവാസികളും വലയുന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പലശ്ശേരി, കോടതിപ്പടി, മുല്ലപ്പള്ളിക്കുന്ന് റോഡിലെ കുഴികളും വെള്ളക്കെട്ടുമാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. തിപ്പലശ്ശേരി സെന്ററിന് സമീപം റോഡ് തുടങ്ങുന്നിടത്ത് വലിയ വെള്ളക്കെട്ടാണ്. ശക്തമായ മഴയുള്ള സമയത്ത് ALP സ്കൂളിലേക്കുള്ള കുട്ടികൾ മുട്ടോളം വെള്ളത്തിലൂടെ പോകേണ്ട അവസ്ഥയാണ്. പള്ളിക്കുളം വരെ 2 കിലോമീറ്ററോളം ഇതേ സ്ഥിതിയാണ്. തൊട്ടടുത്തുള്ള കോടതിപ്പടി, മുല്ലപ്പള്ളിക്കുന്ന് റോഡും തകർന്നു കിടപ്പാണ്. അക്കിക്കാവ്, കടങ്ങോട്, എരുമപ്പെട്ടി റോഡ് പുതുക്കി പണിതപ്പോൾ ആവശ്യത്തിന് കാനകൾ നിർമ്മിക്കാത്തതിനാൽ ഈ ഭാഗത്തു നിന്നുള്ള വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് കോടതിപ്പടി റോഡിലേക്കാണ്. അതായത് ഈ വഴി വളരെ മോശം. സ്കൂൾ കുട്ടികളുടെ ടൈം, ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ പോകുമ്പോൾ കണ്ടില്ലേ, ആ സ്കൂൾ വിട്ട് പോകുന്ന ആ കുട്ടി പോകുന്നത് കണ്ടില്ലേ, സൈഡ് കൂടെ പോകണം. യൂണിഫോമൊക്കെ നനഞ്ഞിട്ടൊക്കെയാണ് ഈ കുട്ടികൾ പോകുന്നത്. ഇപ്പോൾ ഒന്ന് ഇതാക്കിയത്. അപ്പോൾ ആകെ യാത്ര ചെയ്യാനൊക്കെ വളരെ പ്രയാസമാണ്. അതിൻ്റെ പേരിൽ ഇത് രാഷ്ട്രീയക്കാർ ആരൊക്കെ ഇടപെട്ടിട്ടൊന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എത്രയും നല്ലതാണ്. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ കുഴിച്ച ശേഷം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതുകൊണ്ടുള്ള കുഴികൾ വേറെയും. റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും ഫലമുണ്ടായില്ല. മഴക്കാലം തുടങ്ങിയ സാഹചര്യത്തിൽ ഈ റോഡുകൾ പുതുക്കി പണിയാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതുവരെ നാട്ടുകാരുടെ യാത്രാദുരിതം തുടരും. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ തെരഞ്ഞെടുത്ത 7ാം കൗൺസിലിന്റെ കുന്നംകുളം താലൂക്ക് കൗൺസിൽ അംഗങ്ങളുടെ സംഗമം നടന്നു. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മണലൂർ MLAയും ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായ മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് NB ബിജു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജില്ലാ പദ്ധതികളെക്കുറിച്ച് സംസ്ഥാന കൗൺസിൽ അംഗം TK വാസു വിശദീകരിച്ചു. താലൂക്ക് സെക്രട്ടറി വത്സൻ പാറന്നൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാജൻ എലവത്തൂർ, താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം PG ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി T രാജഗോപാൽ സ്വാഗതവും താലൂക്ക് വൈസ് പ്രസിഡന്റ് ഓമന ബാബു നന്ദിയും പറഞ്ഞു. വായനോത്സവ വിജയികൾക്ക് MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വേലൂർ ശ്രീ കാർത്തിനി ദേവി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ കൊടിമര പുനരുദ്ധാരണ യജ്ഞം ആരംഭിച്ചു. 100-ൽ പരം വർഷങ്ങൾക്ക് മുമ്പാണ് നവീകരണ കലശം നടത്തിയിട്ടുള്ളത്. ദേവീഹിതം ആരാഞ്ഞതിൽ ശ്രീകോവിൽ പുനരുദ്ധാരണവും കൊടിമര പുനർപ്രതിഷ്ഠയും നവീകരണ കലശവും ഉടൻ നടത്തണമെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് യജ്ഞം നടത്തുന്നത്. തെക്കേമഠം ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ ദേശവാസികൾ പങ്കാളിയായ കമ്മിറ്റിയാണ് പരിപാലനം നടത്തുന്നത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അനുജ്ഞ പൂജ നടന്നു. തുടർന്ന് ഭക്തജനങ്ങളുടെ നാമജപ പ്രദക്ഷിണവും നടന്നു. കമ്മിറ്റി പ്രസിഡന്റ് മാടാവ് നാരായണൻ നമ്പൂതിരി, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, സൗപർണിക, PV സജീവ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. കേരളം ഭരണമാറ്റത്തിന് വിധിയെഴുതിയത് ഉൾക്കൊണ്ടുകൊണ്ട് നാളെകളുടെ നല്ല പാതകൾ സൃഷ്ടിച്ച് താഴെത്തട്ടിലും ഭരണസാരഥ്യം തിരിച്ചുപിടിക്കാൻ പ്രവർത്തകർ സജ്ജരാകണമെന്ന് മുൻ MLA PA മാധവൻ. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വാർഡ് പ്രസിഡന്റുമാർക്കുള്ള സ്വീകരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടിക്ക് തുടക്കമായത്. മുൻ നഗരസഭാ വൈസ് ചെയർമാൻ വീട്ടിക്കീഴി ഗോപാലകൃഷ്ണന്റെ ചരമവാർഷിക ദിനത്തിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരിച്ചു. നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന സ്വീകരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പുതിയ മണ്ഡലം ഭാരവാഹികളെയും വാർഡ് പ്രസിഡന്റുമാരെയും PA മാധവൻ ഉപഹാരവും OKR മണികണ്ഠൻ മധുരവും നൽകി സ്വീകരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, ഗുരുവായൂർ മണ്ഡലം ഇൻചാർജ് K നവാസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, നേതാക്കളായ R രവികുമാർ, KPA റഷീദ്, ബാലൻ വാർനാട്ട്, CS സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. CCC ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ഭാർഗവൻ പള്ളിക്കര അനുസ്മരണവും നാടകാവതരണവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ CCC പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷനായി. വർക്കിംഗ് പ്രസിഡന്റ് ലത്തീഫ് മമ്യൂർ ആമുഖ പ്രഭാഷണവും വാർഡ് കൗൺസിലർ KPA റഷീദ്, പ്രേമാനന്ദൻ, രാംദാസ് പുന്നീർകുളം, PI ആൻഡോ, ശശിധരൻ കൊട്ടാരക്കര, ബാബു അരിയന്നൂർ, സുന്ദരൻ പേരകം, വേണു ചെറായി, ജോസ് കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ചന്ദ്രൻ ചങ്കത്ത് സ്വാഗതവും ട്രഷറർ ഡേവിസ് ചുങ്കത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം എന്ന നാടകാവതരണവും ഉണ്ടായി. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കാണിപ്പയൂർ ശ്രീഭദ്ര പൂരാഘോഷ കമ്മിറ്റി അനുമോദിച്ചു. പ്രസിഡന്റ് പ്രതീഷ്, സെക്രട്ടറി ജിതിൻ, ട്രഷറർ ജിഷ്ണു എന്നിവർ നേതൃത്വം നൽകി.
കാട്ടകമ്പാൽ കിഴക്കുമുറി കോടഞ്ചേരി പരേതനായ കരിയൻ മകൻ കുട്ടിമോൻ നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ക്രിമിറ്റോറിയത്തിൽ നടക്കും. അമ്മിണിയാണ് ഭാര്യ. ഷീജ, ഷിബു, സിനി എന്നിവർ മക്കളാണ്. പെങ്ങാമുക്ക് മൂലേപ്പാട് മടിശ്ശേരി MK കുമാരൻ നിര്യാതനായി 76 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് സ്വവസതിയിൽ നടക്കും. കാർത്തിയേനി ഭാര്യയും പ്രതാപൻ, സുരേഷ്, പ്രീത, പരേതയായ പ്രിയ എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.